വിരാട് കോഹ്ലിയുടെ പല തീരുമാനങ്ങളും ക്രിക്കറ്റ് വൃത്തങ്ങളിൽ അമ്പരപ്പ് സൃഷ്ടിച്ചവയായിരുന്നു. 2022 തുടക്കത്തിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട്. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ മാസത്തെ ടെസ്റ്റ് വിരമിക്കൽ പ്രഖ്യാപനം. ദീർഘകാലമായി റെഡ് ബോൾ ഫോർമാറ്റിൽ വലിയ സ്കോറുകൾ നേടാൻ കഴിയാതെ പോയതിലുള്ള നിരാശ കോഹ്ലിയിലുണ്ടായിരുന്നു. അവസാനമായി ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയിൽ നടന്ന പരമ്പരയിലും ഓസ്ട്രേലിയക്കെതിരെ വിദേശത്ത് നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഇന്ത്യ ഏറ്റവും മോശം പ്രകടനം നടത്തിയപ്പോൾ കോഹ്ലിയും അതിന് കാരണക്കാരനായി. എന്നാൽ വലിയ സ്കോറുകൾ നേടാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കലെന്ന് കരുതുന്നവർ അധികം ഉണ്ടാവില്ല. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ, BCCI ഉദ്യോഗസ്ഥർ എന്നിവരുടെ നയസമീപനങ്ങളാണ് വിരമിക്കലിന് പ്രേരിപ്പിച്ചത് എന്ന് കരുതുന്നവരാണ് ഏറെയും. ദക്ഷിണാഫ്രിക്കയിൽ 1-2 പരാജയപ്പെട്ടപ്പോഴാണ് കോഹ്ലി ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചത്. ലോകകപ്പിന് ശേഷം T20 ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുമെന്ന് കോഹ്ലി ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ചതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിൽ കോഹ്ലിയുടെ കീഴിൽ ഇന്ത്യ ആധിപത്യം തുടരുമ്പോഴായിരുന്നു ഇത്. കോഹ്ലിയിൽ ഇനിയും ക്രിക്കറ്റ് അവശേഷിക്കുന്നുവെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഏകദിനത്തിൽ മാത്രമാണ് ഇപ്പോൾ കോഹ്ലി കളിക്കുന്നത്. ഓസ്ട്രേലിയയിൽ BGTയിലെ ഇന്ത്യയുടെ മോശം പ്രകടനത്തിന് ശേഷം രോഹിത് ശർമ്മയ്ക്ക് പകരം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായി തിരിച്ചെത്താൻ കോഹ്ലി ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റെഡ് ബോൾ ക്യാപ്റ്റൻസി തിരികെ ലഭിക്കാൻ കോഹ്ലിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ ഹെഡ് കോച്ച് രവി ശാസ്ത്രിയുടെ സ്ഥിരീകരണം. തനിക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും ഇന്ത്യയെ നയിക്കാൻ തീർച്ചയായും കോഹ്ലിക്ക് അവസരം നൽകുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇടക്കാല ക്യാപ്റ്റനാകാൻ കോഹ്ലി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ചർച്ച നടത്തുകയും നിരസിക്കുകയുമായിരുന്നുവെന്ന് നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യക്ക് ദീർഘകാല ക്യാപ്റ്റനെ വേണമെന്ന അഭിപ്രായമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ ലക്ഷ്യത്തോടെ ശുഭ്മാൻ ഗില്ലിനെ പിന്നീട് ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തു. തനിക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഉടൻ തന്നെ കോഹ്ലിയെ ക്യാപ്റ്റൻ ആക്കുമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിൽ രവിശാസ്ത്രി പറഞ്ഞത്. 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ച കോഹ്ലി 123 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 46.85 ശരാശരിയിൽ 9230 റൺസ് നേടി. ഇതിൽ 30 സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 5 ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോഹ്ലിയുടെ വിരമിക്കൽ. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച തീരുമാനം പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോഴത്തെ IPL ചെയർമാനും BCCIയുടെ മുൻ ട്രഷററുമായ അരുൺ ധൂമൽ കോഹ്ലിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത്തവണ IPLൽ നിന്ന് കോഹ്ലി വിരമിക്കുമോ എന്ന ആശങ്കയും ആരാധകരിൽ പടർന്നിട്ടുണ്ട്. എന്തു വന്നാലും കോഹ്ലിയെ IPLന് ആവശ്യമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. BCCIയുടെ മുൻ ട്രഷററായ ധൂമൽ ഇപ്പോൾ സംഘടനയുടെ ഔദ്യോഗിക ചുമതലകളൊന്നും വഹിക്കുന്നില്ല. എന്നാൽ IPL നിയന്ത്രിക്കുന്നത് BCCI ആയതിനാൽ അദ്ദേഹം ഇപ്പോഴും ബോർഡ് ഉദ്യോഗസ്ഥനാണ്. കോഹ്ലി IPLൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ചെയർമാൻ. അത്തരമൊരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ആരാധകരുണ്ടെന്നും തനിക്കങ്ങനെ തോന്നുന്നില്ലെന്നും കിങ് കോഹ്ലിയുടെ മാജിക് ഇനിയും വിവിധ ഫോർമാറ്റുകളിൽ ലോകം കാണേണ്ടതുണ്ട് എന്നും ധുമൽ പറഞ്ഞിരുന്നു. വിരാട് ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ അംബാസഡർ ആണെന്നും അദ്ദേഹം ഗെയിമിനോട് കാണിച്ചിട്ടുള്ള പ്രതിബദ്ധത സമാനതകളില്ലാത്തതാണെന്നും നൊവാക് ജോക്കോവിച്ചും റോജർ ഫെഡററും ഒക്കെ ടെന്നീസിന് എങ്ങനെയാണോ അതുപോലെയാണ് ക്രിക്കറ്റിന് വിരാട് കോഹ്ലി എന്നും അതുകൊണ്ട് അദ്ദേഹം IPLൽ തുടരേണ്ടതുണ്ട് എന്നും ധുമാൽ കൂട്ടിച്ചേർത്തിരുന്നു.